ഒരിക്കലേ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം മൂസാ നബിയുടെ അടുക്കൽ ഒരു സഹോദരി ഓടി വന്ന് ഒരു സങ്കടം പറയുന്നുണ്ട്. നബിയെ, കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി, മക്കളില്ല, സങ്കടത്തിലാണ്, ഒന്ന് ദ്വാരക്കൂ അള്ളാനോട്. ഇടയ്ക്ക് ഞാൻ ഒന്ന് പറയട്ടെ, മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഒരാളെയും കുറ്റപ്പെടുത്തരുത് കേട്ടോ, തരുന്നത് റബ്ബ് മാത്രമാണ്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാനോട് ചോദിക്കുന്നുണ്ട്, യാ റബ്ബി, ഈ പാവം പെൺകുട്ടിക്ക് നീ ഒരു കുഞ്ഞിനെ കൊടുക്കണേ അല്ലാ. അള്ളാഹു പറയുന്നുണ്ട്, ഇല്ല മൂസ, ഇന്നി കതബ്തുഹാ അഖീം, ഞാൻ അവളെ പടച്ചത് ഒരു വന്ധ്യയായിട്ടാണ്, അവൾ പ്രസവിക്കില്ല മൂസ, അവളോടൊന്ന് ക്ഷമിക്കാൻ പറയണം കേട്ടോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സില്ലാ മനസ്സോടെ അവളോട് പറഞ്ഞു, പൊന്നുമോളെ നീ ക്ഷമിക്ക്, കുഞ്ഞുണ്ടാവില്ല എന്നാണ് അള്ളാഹ് പറയുന്നത്, എൻ്റെ മോളൊന്ന് ക്ഷമിക്ക്, ക്ഷമക്ക് വലിയ മഹത്വമുണ്ടല്ലോ. അപ്പോഴും പ്രതീക്ഷ കൈവിടാതെ ആ പെൺകുട്ടി പറയുന്നുണ്ട്, മൂസാ നബിയെ, നിങ്ങൾ നബിയാണല്ലോ, എനിക്ക് വേണ്ടി ഒന്ന് ദ്വാരക്കണം. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞു. മൂസാ നബിയും അവിടുത്തെ അനുചരന്മാരൊരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോണ്ട് അന്ന് തന്നെ കാണാൻ വന്ന പെൺകുട്ടി കയ്യിലൊരു കുട്ടിയെ പിടിച്ച് നിൽക്കുന്നുണ്ട്, ഒരു കുഞ്ഞിനെയും പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്, ഇതാരുടെ കുട്ടിയാണ്? ചിലപ്പോൾ കുഞ്ഞില്ലാത്തത് കൊണ്ട് സങ്കടം മാറ്റാൻ വേണ്ടി വേറെ ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് എടുത്ത കുട്ടിയായിരിക്കും എന്ന് എഴുതിയിട്ടാണ് അത് ചോദിക്കുന്നത്. ഇതാരുടെ കുട്ടിയാണ്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇതെൻ്റെ കുട്ടിയാണ്, റസഖനില്ല, എൻ്റെ റബ്ബ് എനിക്ക് തന്ന എൻ്റെ കുട്ടിയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാണ്ടായി അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, യാ റബ്ബി, നീയല്ലേ അല്ലാ കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞത്, പിന്നെ ഇവള് കുഞ്ഞുണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ, കളവാണ് അള്ളാഹ് ചോദിക്കുന്നുണ്ട്. അപ്പം അള്ളാഹ് പറയുന്നുണ്ട്, അത് യാഥാർത്ഥ്യമാണ്, എൻ്റെ വിധിയിൽ അവൾക്ക് കുഞ്ഞുണ്ടാവില്ലായിരുന്നു, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്, അങ്ങനെയാണ് ഞാൻ അവളെ പടച്ചത്. പക്ഷേ അവളെന്നെ വിളിച്ചു മൂസ, റഹ്മാൻ 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 എന്ന എൻ്റെ കാരുണ്യത്തിൻ്റെ എല്ലാ അർത്ഥങ്ങളും മേളിച്ചു നിൽക്കുന്ന ആ മനോഹരമായ നാമം കൊണ്ട് എന്നെ വിളിച്ചപ്പോൾ ആ വിളി കേൾക്കാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല മൂസ, ഞാൻ തന്നെ ഒരു കുഞ്ഞിനെ അങ്ങ് കൊടുത്തു. റഹ്മാൻ എന്ന വിളിയിൽ എൻ്റെ വിധിയെ തന്നെ ഞാനങ്ങ് മാറ്റി എഴുതി മൂസ. അല്ലാഹു റബ്ബുൽ ആലമീൻ. മക്കളില്ലാതെ വേദനിക്കുന്നവരില്ലേ, പ്രതീക്ഷകൾ കൈവിട്ടവരില്ലേ, എന്തിനാ പ്രതീക്ഷകൾ കൈവിടുന്നത്? നമ്മുടെ റബ്ബ് റഹ്മാനാണ്, നമുക്ക് വിധിച്ചതുപോലും മാറ്റി എഴുതാൻ കഴിയുന്നത് ആ റബ്ബിന് മാത്രമാണ്. റഹ്മാൻ റഹ്മാൻ റഹ്മാൻ, പൊട്ടിക്കരഞ്ഞ റബ്ബുൽ ആലമീനെ വിളിക്ക്, അവൻ വിധിയെപ്പോലും മാറ്റി എഴുതുമെന്നത് നമ്മുടെ ബോധ്യമാണ്. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ.